സംസ്ഥാനത്ത് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ജനജീവിതം ദുസ്സഹമാക്കി വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുന്നു. വോട്ടെടുപ്പിന് മുൻപ് പവർക്കെട്ടില്ലാത്ത 10 വർഷം എന്ന അവകാശവാദവുമായി എൽ.ഡി.എഫ് സർക്കാർ പരസ്യം നൽകിയിരുന്നെങ്കിലും വോട്ടുകൾ പെട്ടിയിലായതോടെ സംസ്ഥാനം അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിന്റെ പിടിയിലായിരിക്കുകയാണ്. വേനല് കടുത്തതോടെ രാത്രികാലങ്ങളിൽ 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നീളുന്ന വൈദ്യുതി നിയന്ത്രണം ജനങ്ങളെ കടുത്ത അമർഷത്തിലാക്കിയിട്ടുണ്ട്. കടുത്ത വേനല് ചൂടില് എ.സി. ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡുകൾ ഭേദിച്ച് 117 ദശലക്ഷം യൂണിറ്റിന് മുകളിലെത്തിയിരിക്കുകയാണ്. പുറത്തുനിന്ന് ലഭിക്കേണ്ട വൈദ്യുതിയിൽ വൻ കുറവുണ്ടായതാണ് പെട്ടെന്നുള്ള പ്രതിസന്ധിക്ക് കാരണം. വടക്കേ ഇന്ത്യയിൽ ചൂട് വർദ്ധിച്ചതോടെ പവർ എക്സ്ചേഞ്ചുകളിൽ നിന്ന് വൈദ്യുതി ലഭ്യമല്ലാത്ത സാഹചര്യം നിലവിലുണ്ട്. മെയ് 26ഓടെ പുറത്തുനിന്ന് ലഭിക്കുന്ന വൈദ്യുതിയിൽ 600 മെഗാവാട്ടിന്റെ കുറവുണ്ടാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇടപാടുകളിലെ പാളിച്ചയും പ്രതിസന്ധിക്കാക്കം കൂട്ടി. ഡേ എഹെഡ് മാർക്കറ്റിംഗിലൂടെ 1500 മെഗാവാട്ട് വൈദ്യുതി കെ.എസ്.ഇ.ബി. ആവശ്യപ്പെട്ടെങ്കിലും വെറും 7 മെഗാവാട്ട് മാത്രമാണ് ലഭിച്ചത്. നിരക്ക് കുറഞ്ഞ ടേം എഹെഡ് മാർക്കറ്റിംഗിലൂടെ വൈദ്യുതി വാങ്ങാൻ ശ്രമിച്ചെങ്കിലും കൃത്യമായ വിവരങ്ങൾ നൽകാത്തതിനാൽ റെഗുലേറ്ററി കമ്മീഷന് അതിന് അനുമതിയും നൽകിയില്ല.